നമുക്കിന്നൊരു രസം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മീറ്റൊക്കെ കഴിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കണത് നല്ലതാണ്. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസമൊന്നും ഉണ്ടാക്കാറില്ല ഞാൻ, എന്നാലും പണ്ടൊക്കെ എല്ലാ സൺഡേയും ഞാൻ രസം ഉണ്ടാക്കും. അപ്പോൾ വയറിന് നല്ലതാണ് ഈ മീറ്റൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ കടുക് പൊട്ടി വന്നപ്പോൾ ഞാനതിൽ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊടിച്ചിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു. പൊടിയുള്ളവർ അവസാനം പൊടിയിടുന്ന സമയത്ത് ഇട്ടാലും മതി. അപ്പോൾ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ്. ഒരു 10-25 ചുവന്നുള്ളി ഉണ്ട്. അത് ചെറുതായി അരിഞ്ഞത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കുടം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇടുന്നിട്ട് ഒരു പകുതി നന്നായി വഴന്ന് വരണം, മൊരിയണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇളക്കി ഒന്ന് നന്നായി വഴന്ന് വരണ വരെ ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കണം. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആയാലും വലിയവർക്കായാലും നമ്മൾ വയറിന് വളരെ നല്ലതാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് കുടിക്കുന്നത് നല്ലതാണ്. ഞാൻ ആദ്യമൊക്കെ ഇപ്പം അങ്ങനെ ഉണ്ടാക്കാറില്ല, മടിച്ചിട്ടാണ്. ആദ്യമൊക്കെ എല്ലാ സൺഡേയും രസം ഉണ്ടാക്കും, എന്നിട്ട് ഓരോ ഗ്ലാസ്സൊക്കെ കുടിക്കും ഞാൻ. നല്ലതാണ് കുടിക്കുന്നത്. അപ്പം ഇന്ന് മീറ്റൊക്കെ ഉള്ള കാരണമാണ് ഞാൻ രസം ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ സവാള ഒരു ഇതായി വന്നൊടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഒരു ചെറു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്, വേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒന്ന് നന്നായി വഴന്ന് വരുന്ന വരെ നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കാം. രസം എല്ലാവരും പല വിധത്തിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ചേർക്കണ ഐറ്റംസൊക്കെയാണ് അതിൻ്റെ പ്രധാനം. ഞാനിപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ വയറിന് ശുദ്ധിയാവാനുള്ള എല്ലാതും ഞാൻ ഇതിലിടും, അതാണ്. പക്ഷെ നല്ല രസമായിരിക്കും. നമുക്കിപ്പോൾ ഒരു ഗ്ലാസ്സൊക്കെ ഇടനേരത്ത് കുടിക്കാനും ഒക്കെ നല്ലതാണ്. പരിപ്പൊന്നും ചേർക്കില്ല ഞാൻ. ഇപ്പോൾ ഇതായി വന്നപ്പോൾ ഞാൻ തക്കാളി ചേർത്തിട്ടുണ്ട്. 3 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായി വഴന്ന് വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കാം. ഒന്ന് മൂടിയിട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് രസത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം, അല്ലെങ്കിൽ മൂടി വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്താണ്. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി, മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, ഇപ്പോൾ അതിൽ ഞാൻ ജീരകവും അരിമോദകവും 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട് പൊടിച്ചത്. പിന്നെ കായ 1 സ്പൂണ്. അരിമോദകമൊക്കെ വളരെ നല്ലതാണ് ഇതിന്, വയറിന്. ജീരകവും അരിമോദകവും ഒക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള രസമാണ്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, ഈ പൊടികളുടെ മണം പോയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പോളം പുളിവെള്ളമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ഗ്ലാസ്സും കൂടി വീണ്ടും ഒഴിച്ച് വളരെ ഇളക്കി കൊടുത്ത് അത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോറിലൊഴിച്ച് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട, ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചത്. പിന്നെ അത് തിളച്ച് വന്നപ്പോൾ നമ്മുടെ രസം ശരിയായിട്ടുണ്ട്. നമുക്കതിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു രസം, ഹെൽത്തി ആയിട്ടുള്ളത്.
നമ്മുടെ വയറൊക്കെ ഇടയ്ക്കൊക്കെ അങ്ങനെ കഴിച്ച് ശുദ്ധിയാക്കണത് നല്ലതാണ്. അരിമോദകം ഒക്കെ ചേർത്തിട്ട് വേണം ഉണ്ടാക്കാൻ. വെളുത്തുള്ളി, അരിമോദകം, ഇഞ്ചി, പച്ചമുളകല്ല, എല്ലാതും അതിൽ ചേർത്തിട്ടുള്ളത് എല്ലാതും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളതിങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്.